സ്തോത്രം ചെയ്ത് പറഞ്ഞേ. അധരങ്ങൾ തുറന്ന ആത്മശക്തിയോട് ചില നിമിഷങ്ങൾ ദൈവത്തെ സ്തോത്രം ചെയ്ത് എല്ലാ പുകഴ്ചയും എല്ലാ ആരാധനയും ദൈവത്തിന് നൽകി. ബഹുദൂരം മുന്നോട്ട് പോകുക, തളർന്നു പോകാതെ നമ്മെ പരിപാലിച്ച കർത്താവിന്റെ സാന്നിധ്യം ഓർത്ത് എത്ര പേർക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യുവാൻ കഴിയും. ഞാൻ വീഴാതിരുന്ന ദൈവകൃപയാണ്, ഞാൻ തകർന്നു പോകാതിരുന്നത് കർത്താവിന്റെ ദയയാണ്, ഞാനൊരു മൺകൂനയായി മാറിപ്പോകാതിരുന്നത് എൻ്റെ ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ടാണ്. ബോധ്യമുള്ളവർ ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്തേ. രാത്രി പരിശുദ്ധാത്മാവ് അങ്ങനെ ഒരു ബോധ്യം നൽകുന്നെങ്കിൽ തുടർന്നുള്ള നിമിഷങ്ങളിൽ നാം ചേർന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ ശക്തമായൊരു ആത്മപകർച്ച നമ്മുടെ ജീവിതത്തിൽ നടക്കുക. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. ഞാൻ ജീവനോടെ ആയിരിക്കുന്ന എൻ്റെ കർത്താവിൻ്റെ കൃപയാണ്. അബോധ്യമുള്ളവർ വേഗത്തിൽ കർത്താവിൻ്റെ സന്നിധിയിലേറ്റ് ചേർന്ന് പറയുവാൻ കഴിയും. കർത്താവേ, നീ എന്നെ നടത്തിയ വഴിവിധങ്ങൾക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കർത്താവിൻ്റെ സ്നേഹമാണ് എന്നെ ഇത്രത്തോളം കൊണ്ടുവന്നത്. അവൻ്റെ ജീവനാണ് എനിക്കും വേണ്ടി നിങ്ങൾക്ക് വേണ്ടി മറുവിലയായത്. നിങ്ങളെക്കാൾ മിടുക്കരായ ഒത്തിരി ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നാൽ അവർക്കൊന്നും രക്ഷിക്കപ്പെടുവാനും കർത്താവിന്റെ സാന്നിധ്യം അനുഭവിപ്പാനും അവസരമുണ്ടായില്ല. ഇന്ന് രാത്രി ദൈവം നമ്മെ സ്നേഹിച്ച് നമ്മെ കരുതിയ സ്വർഗീയ സ്നേഹത്തിനായി ശബ്ദമുയർത്തി ചേർന്ന് പറഞ്ഞേ, അങ്ങേക്കൊരായിരം നന്ദി. പ്രാണപ്രിയ പ്രാണപ്രിയ ചങ്കിലെ ചോര തന്നെ വീണ്ടെടുത്തവനെ, വീണ്ടെടുപ്പുകാരാ. പ്രാണപ്രിയൻ തന്റെ ചങ്കിലെ ചോര എന്നെയും വീണ്ടെടുത്തു. ശബ്ദപ്പെടുത്തി പറഞ്ഞേ, പ്രാണപ്രിയൻ തന്റെ ചങ്കിലെ ചോര എന്നെയും വീണ്ടെടുത്തു. ദൈവത്തിന്റെ സ്നേഹത്തിനാ കൃപയേ കൃപയേ വർണ്ണിപ്പാൻ സാധ്യമേ അത്. ഓ കൃപയേ കൃപയേ വർണ്ണിപ്പാൻ അസാധ്യമേ. അതുകൊണ്ട് നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി. എൻ ശക്തിയാലല്ല, കൈയുടെ വേലത്താലല്ല, നിന്റെ അല്ലയോ ശക്തിയാലല്ല, കൈയുടെ വേലത്താലല്ല, നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. പേർക്ക് ചേർന്ന് പറയാൻ പറ്റും, കർത്താവേ, എൻ്റെ ശക്തിയല്ല, എൻ്റെ കഴിവല്ല, എൻ്റെ പ്രാപ്തിയല്ല, അങ്ങാണ് എന്നെ നടത്തിയത്. ബോധ്യമുള്ളവർ ചേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്തു. അങ്ങാണ് എന്നെ നടത്തിയത്, അങ്ങാണ് എന്നെ നടത്തിയത്. രണ്ട് കരങ്ങളും തട്ടി ചേർന്ന് നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ശക്തിയാലല്ല, കൈയുടെ
വർണ്ണിച്ചിടാൻ സാധ്യമല്ലാതെ എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ, വർണ്ണിച്ചിടാൻ സാധ്യമല്ലാതെ എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ, വർണ്ണിച്ചിടാൻ സാധ്യമല്ലാതെ എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ, വർണ്ണിച്ചിടാൻ സാധ്യമല്ലാതെ എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ. ഉള്ളം കൊള്ളുന്നേ, നല്ലവാ നിൻ കൃപയോ
ഭയങ്കരമായ ഘോരമായ നാളുകൾ ജീവിതത്തിൽ അടിയലിച്ചുയർന്നപ്പോൾ അതിന്റെ നടുവിലെല്ലാം കൂടെ ഇരുന്ന് പരിപാലിച്ച കർത്താവിനെ ഇന്ന് രാത്രിയിൽ ചേർന്നത്ര പേർക്ക് കർത്താവിനെ സ്തോത്രം ചെയ്ത് പറയാൻ പറ്റും. ഇന്ന് രാത്രി എത്ര പേരായി സ്തോത്രം ചെയ്ത് പറയും? ആമേൻ. തീ എന്നെ തൊടാതെ, വെള്ളം എന്നെ തൊടാതെ, രോഗം എന്നെ തൊടാതെ, പ്രതിസന്ധികൾ എന്നെ തൊടാതെ, കഷ്ടങ്ങൾ എന്നെ തൊടാതെ, സങ്കടങ്ങൾ എന്നെ തൊടാതെ എന്നെ പരിപാലിച്ച ദൈവത്തിന്റെ സാന്നിധ്യം. ജീസസ് അധരങ്ങൾ തുറന്ന കർത്താവിനെ സ്തോത്രം ചെയ്ത് നന്ദിയാൽ കർത്താവ് ഇന്ന് രാത്രി എൻ്റെ ഉള്ളിൽ നിറയുന്നു. നന്ദിയാൽ എൻ്റെ ഹൃദയം നിറഞ്ഞ് കവിയുകയാണ്. Give him praises, give him glory and honor. ദൈവസാന്നിധ്യം പകരാതനെതിരെ നിൽക്കുന്ന അന്ധകാര ശക്തികൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. എല്ലാവിധ പ്രതികൂലത്തിന്റെ ശക്തികളും ഇന്ന് രാത്രിയിൽ യേശുവിന്റെ നാമത്തിൽ ജീവിതങ്ങളെ വിട്ട് മാറുക. കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി എന്ന് പറഞ്ഞു, എന്റെ അവസ്ഥകളെല്ലാം മാറ്റി എന്നെ പരിപാലിച്ച കർത്താവിന്റെ ഒരു സാന്നിധ്യമുണ്ട്. എന്റെ കർത്താവിന്റെ ഒരു കൃപയുണ്ട്. ഒരു നിമിഷം നമ്മുടെ കഴിഞ്ഞകാല ജീവിതം, നമ്മുടെ ഓർമ്മയുടെ കർമ്മപഥത്തിലേക്ക് ഇന്ന് രാത്രി ഒന്ന് കടന്നു കയറട്ടെ. പലപ്പോഴും നമ്മളത് വിസ്മരിച്ചിട്ടുണ്ട്. പലപ്പോഴും ബോധപൂർവമായി പോലും നാം അത് മറന്നു കളഞ്ഞിട്ടുണ്ട്. ഇന്ന് രാത്രി ദൈവം നടത്തിയ വഴികൾക്കായി, വിധങ്ങൾക്കായി ചേർന്ന് നന്ദി പറഞ്ഞേ. കഴിയുമെങ്കിൽ ആ കരങ്ങൾ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തി പറഞ്ഞു, എന്നെ നടത്തിയത് എൻ്റെ കർത്താവാണ്, എന്നെ ഉയർത്തിയത് എൻ്റെ കർത്താവാണ്, എന്നെ കൊണ്ടുവന്നത് എൻ്റെ കർത്താവാണ്. ശബ്ദമുയർത്തി കഴിയുമ്പോൾ ചേർന്ന് പറഞ്ഞേ,
സാധുവായ ഞങ്ങളെ ഓർക്കുവാൻ, ഞങ്ങളെ സ്നേഹിപ്പാൻ ഞങ്ങളേത് വിലക്കരുത്. ഈ പദവി, ഈ മാന്യത, ഈ നന്മകളെല്ലാം അവിടുത്തെ ദാനമാണപ്പോ. താങ്ക് യു ലോർഡ്. ചില മിനിറ്റുകൾ ഹൃദയത്തിന്റെ ആഴത്തിൽ നന്ദി പറഞ്ഞേ. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. രാത്രി ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ഇടപെടട്ടെ. പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കട്ടെ. ദൈവവൃത്തിനെ അഭിഷേകത്തോടെ ഇന്ന് രാത്രി ദൈവം നമ്മുടെ നടുവിൽ ഉപയോഗിക്കട്ടെ. നാം വന്നതുപോലെ പോകരുത്. നമ്മുടെ അവസ്ഥകൾക്ക് വ്യത്യാസമുണ്ടാകണം. ആത്മീയ തലങ്ങൾക്ക് വ്യത്യാസമുണ്ടാകണം. ദൈവത്തോടുള്ള നമ്മുടെ സമീപനങ്ങൾക്ക് വ്യത്യാസമുണ്ടാകണം. ദൈവിക സാന്നിധ്യ ബോധം നാം പ്രാപിക്കുമ്പോൾ നമ്മുടെ സ്ഥലകാല ഭേദങ്ങളെ മറന്ന് ദൈവത്തിൽ മാത്രം ആശ്രയിക്കുന്ന ആത്മീയ തലങ്ങൾ നമ്മുടെ ജീവിതത്തെ തുറക്കപ്പെടുവാൻ ഇന്ന് രാത്രി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ജഡത്തിന്റെ എല്ലാ പ്രവൃത്തികളും അഴിഞ്ഞു മാറട്ടെ. പാപത്തിന്റെ എല്ലാ ശക്തികളും യേശുവിന്റെ നാമത്തിൽ ശരീരങ്ങളെ വിട്ടു മാറട്ടെ. ദുരാത്മ അണ്ടലങ്ങൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഒട്ടി നീക്കപ്പെടട്ടെ. ദൈവത്തിന്റെ പരമാധിപത്യം, സർവാധിപത്യം ഇന്ന് രാത്രിയിൽ ഈ ഹോളിന്റെ ഉള്ളിൽ നിറഞ്ഞു കവിയട്ടെ. ശൂന്യമായി കിടക്കുന്ന ചേറുകൾ ഇന്ന് രാത്രി അധികാരത്തോടെ എഴുന്നേൽക്കാതെ അതിനെ നിറയ്ക്കുന്ന ദൈവാത്മാവിന്റെ വ്യാപാരം ഇന്ന് രാത്രിയിൽ ഈ പട്ടണത്തിൽ ഒഴുകിയിറങ്ങട്ടെ കർത്താവേ, ഒഴുകിയിറങ്ങട്ടെ കർത്താവേ. ഒരു ശക്തി ഞങ്ങളെ നിയന്ത്രിക്കരുത്. അവനായിരങ്ങൾ ഈ പട്ടണത്തിൽ ഞങ്ങളോട് ചേർന്ന് ആരാധിക്കുന്നത് ഞങ്ങൾ ആത്മാവിൽ കാണുന്ന കർത്താവേ, ഇന്ന് രാത്രി ദൈവപ്രവൃത്തി ഒഴുകിയിറങ്ങട്ടെ. ഓരോ സ്ഥലത്തേക്കും ദൈവപ്രവൃത്തി ഒഴുകിയിറങ്ങട്ടെ പിതാവേ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ. രാത്രി കർത്താവേ, ഓരോ ജീവിതങ്ങളും യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. കർത്താവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ. കർത്താവിന്റെ നാമത്തിൽ കർത്താവെ ഭാരപ്പെടുന്ന മണ്ഡലങ്ങളിൽ, വേദനിക്കുന്ന അനുഭവങ്ങളിൽ, നീറുന്ന അനുഭവങ്ങളിൽ എൻ്റെ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങട്ടെ. ജീസസ്, ആരാധനയുടെ നടുവിൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരട്ടെ. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരും ദൈവസന്നിധി പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുമ്പോൾ സഹോദരിമാരുടെ ഭാഗത്തുനിന്ന് പ്രിയ അമ്മച്ചി, സഹോദരന്മാരുടെ ഭാഗത്തുനിന്ന് പ്രിയ ഷിനോ ബ്രദറും ശബ്ദമുയർത്തി ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കും. ദയവായി നമുക്ക് ദൈവം മുമ്പാകെ താണിരിക്കാം. നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിപ്പിൻ. സ്തുതിക്കുന്ന നേരിലുള്ളവർ ഉചിതമല്ലോ എന്ന് വചനം പറയുമ്പോൾ കർത്താവേ, സ്തുതി സ്തോത്രങ്ങൾ അർപ്പിപ്പാൻ കർത്താവ് ഞങ്ങളെ കൂട്ടിവെക്കിയ സ്നേഹത്തെ ഓർത്ത് സ്തുതിക്കുന്ന കർത്താവേ. കർത്താവേ, ഹല്ലേലൂയ. ഈ സഭ അവരുടെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ. നട്ടവനും നനച്ചവനും ഏതുമില്ലല്ലോ. അതെ, വളർത്തി വലുതാക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി. ഹല്ലേലൂയ. ഓ ജീവനെ സൈലേ ജീവനെ Jesus, hallelujah.
പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ പ്രവൃത്തി കണ്ട് സന്തോഷിപ്പാൻ എന്റെ കർത്താവ് ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്തോത്രം ചെയ്യുവാൻ കർത്താവേ, എല്ലാ സന്മാരെയും പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്തോത്രം. ഇന്ന് കാലം കർത്താവേ, ഞങ്ങൾക്ക് ഒരുപാടും മാന്യ കർത്താവേ, അത് ഞങ്ങൾ പിറക്കിയായിട്ട് കർത്താവേ, 30, 60, 100 മേനിയായി വിലയിട്ട് കർത്താവേ, അത് ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവേ, ഞങ്ങൾക്ക് അനുഗ്രഹം വിടുതലായി തീരണം, സഭയ്ക്ക് അത് വിടുതലായി തീരണം, കടന്നു വന്ന ജനത്തിന് അത് വിടുതലായി തീരണം കർത്താവേ. കടന്നു വരാതെ ഭവനങ്ങളിലായിരിക്കുന്നവരെ, ജോലി സ്ഥലങ്ങളിലായിരിക്കുന്നവർക്കൊക്കെ വിടുതലായി തീരണം കർത്താവേ. ഈ പ്രവൃത്തികളുടെ സന്തോഷിപ്പാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വിജയമായി മക്കളെ കൂട്ടിവെച്ചുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല വചനത്തിൽ കൂടി ഞങ്ങളോട് കൃത്യമായി ഇടപെട്ടുകൊണ്ടിരുന്ന പാട്ടുകൾ പാടുവാൻ ഞങ്ങളുടെ മക്കളെ കർത്താവ് ബലപ്പെടുത്തിയതിനായി സ്തോത്രം കർത്താവേ. ദൈവമേ, ഹല്ലേലൂയ. അത് കർത്താവേ, അത് അങ്ങേക്ക് പ്രസാദമുള്ളതായി തീരുന്നതിനായി സ്തോത്രം കർത്താവേ. കടന്നു വരുന്നത് തന്നെ കർത്താവേ, അങ്ങേക്ക് ഹല്ലേലൂയ ഒരു പ്രസാദമാണല്ലോ കർത്താവേ. എഴുന്നേൽക്കുന്ന തന്നെ ഒരു പ്രസാദമാണല്ലോ കർത്താവേ. അതെ, ഹല്ലേലൂയ. എന്റെ ദൈവം അവിടുന്ന് മാനിക്കുന്നതിനായി സ്തോത്രം കർത്താവേ. ഞങ്ങളെ അവിടുന്ന് സമർപ്പിക്കുന്നു. കർത്താവിന്റെ കൃപയ്ക്കൊത്തോളം ഞങ്ങൾ പണിയണം. അവിടുന്ന് വരവിനായി ഞങ്ങളെ ഒരുക്കണം. പ്രാർത്ഥന കേട്ടപ്പോൾ സ്തോത്രം. സകല യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന തരണമേ. ആമേൻ. Jesus. Jesus. Praise the Lord. Shakadana Viyandara. Jesus. Amen. Amen. Jesus. Jesus. എല്ലാം കർത്താവേ, ദൈവസഭ അനുഗ്രഹമായി കൊണ്ടിരിക്കുന്നതും കൂടുതലായി അങ്ങനെ കർത്താവേ, ഈ പ്രദേശത്ത് ഇതുപോലെ സഭയെ ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം ചെയ്തപ്പ കർത്താവേ. കർത്താവേ, ഈ ദിവസങ്ങളിൽ കർത്താവേ, പുതിയ ആത്മാക്കളെ അങ്ങ് സഭയിലേക്ക് വെട്ടിക്കൊണ്ടിരിക്കുന്നതിനാൽ സ്തോത്രം. ഇനി കൂടുതൽ ദൈവമക്കളെ എല്ലാ മേഖലകളിലും കർത്താവേ, ദൈവദാസനും കർത്താവേ, ദൈവദാസനോട് ചേർന്ന് കർത്താവേ, ദൈവസഭയോട് ചേർന്ന് നിന്ന് കർത്താവിനെ ഘോഷിപ്പാൻ കർത്താവെ ഇടയാക്കി വിശ്വസിക്കുന്നു. Jesus. Amen. Hallelujah. Glory to God. Jesus. Stotram. Jesus. Hallelujah. Amen. പ്രാർത്ഥിക്കുന്നു. ദേവദാസനോട് പ്രാർത്ഥിക്കുന്നു. കർത്താവിനോട് സാമ്പാസിനോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ശക്തനായ ഉദ്ദേശിക്കുന്നതിന് നന്ദിയോട് കർത്താവെ വന്നിരിക്കുന്ന ദൈവദാസനോട് പ്രാർത്ഥിക്കുന്നു. ദൈവവചനത്തിൽ ബലപ്പെടുത്തണമേ കർത്താവേ. അങ്ങനെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ് ആരാധിപ്പാൻ കൃപ ചെയ്തല്ലോ. ഈ ദൈവവചനത്തിന് ആയിരിക്കുമ്പോൾ കർത്താവേ, ഈ വരുന്ന ഒരാഴ്ചത്തേക്കുള്ള ദൈവവചനം അത് ഏറ്റെടുത്ത് വിശ്വസിക്കുകയും കർത്താവേ, ഹല്ലേലൂയ. ഈ ദൈവസഭ ഹല്ലേലൂയ ഈ ദേശത്ത് കർത്താവേ ഹല്ലേലൂയ 30, 60, 100 മേനിയായി Amen. Rababa rakate shadaradia. Jesus. Amen. ശക്തിയായിരിക്കണം, ബലപ്പെടുത്തണം, വലിയ ദർശനപ്പെടുത്തിയിരിക്കുന്ന സ്തോത്രം. പ്രാർത്ഥനയോട് സ്തോത്രം. വചനത്തിനായിരിക്കുന്നു, വചനത്താൽ ഞങ്ങൾ നിറയ്ക്കണമേ. പ്രാർത്ഥനയോട് സ്തോത്രം. ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥനകൾ കേട്ടിരിക്കാൻ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്കൊരുമിച്ച് ദൈവത്തെ സ്തുതിക്കുവാൻ വളരെ മനോഹരമായ ഒരു സമയം, സന്ദർഭം
കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വേർതിരിച്ചു തന്ന, ഒരുക്കി തന്ന ദൈവത്തിൻ്റെ കരുണയ്ക്കായി, കൃപയ്ക്കായി നന്ദിയാർന്ന ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നു. വേദിയിലായിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസനും കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും യേശു കർത്താവിൻ്റെ നിസ്തുല നാമത്തിൽ ആമേൻ ക്രിസ്തീയ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. നമുക്ക് ഒരുമിച്ച് വേഗത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് 47-ാം സങ്കീർത്തനം വാക്യപ്രതിഗാനമായി വായിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. 47-ാം സങ്കീർത്തനം. 47-ാം സങ്കീർത്തനം അതിൻ്റെ 8-9 വാക്യങ്ങൾ നമുക്ക് ചേർന്ന് വായിക്കാം. 47-ാം സങ്കീർത്തനം. സകല ജാതികളുമായുള്ളവരെ കൈകൊട്ടുവിൻ, ജയഘോഷത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആർക്കുവിൻ. അവൻ ജാതികളെ നമ്മുടെ കീഴിലും വംശങ്ങളെ നമ്മുടെ കാൽ കീഴിലുമാക്കുന്നു. ദൈവം ജയഘോഷത്തോടും യഹോവ കാഹളനാദത്തോടും കൂടെ ആരോഹണം ചെയ്യുന്നു. ദൈവം സർവഭൂമിക്കും രാജാവാകുന്നു. ഒരു ധ്യാന കീർത്തനം പാടുവിൻ. വംശങ്ങളുടെ പ്രഭുക്കന്മാർ അബ്രഹാമിൽ ദൈവത്തിൻ്റെ ജനമായി ഒന്നിച്ചു കൂടുന്നു. ഭൂമിയുടെ രക്ഷാകവചങ്ങൾ ദൈവത്തിനുള്ളവയല്ലോ, അവൻ ഏറ്റവും ഉന്നതനായിരിക്കും. നമ്മുടെ വിശുദ്ധകരങ്ങൾ ഉയർത്തി അല്പനിമിഷങ്ങൾ സന്തോഷത്തോടെ കർത്താവിനെ സ്തോത്രം ചെയ്യാം. കർത്താവ് നൽകിയ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനങ്ങൾക്കായി, നൽകുവാൻ പോകുന്ന ദൈവവചനങ്ങൾക്കായി നന്ദിയുള്ളവരായി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. പരിശുദ്ധാത്മാവിൻ്റെ രാത്രി നമ്മോട് സംസാരിക്കട്ടെ. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ നമ്മെല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ സഹോദരൻ റോണി തുടർന്നുള്ള ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി ദൈവാത്മാവിൽ ശരണപ്പെട്ട വേഗത്തിൽ പ്രാർത്ഥിക്കുമല്ലോ. ദൈവിക സ്വാനിധ്യം ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കുന്ന കൃപയ്ക്കായി നന്ദി പറയുകയാണ്. കർത്താവെ, അല്പസമയം കർത്താവയുടെ പാദപീഠത്തിലായിരിക്കുമ്പോൾ ദൈവിക സ്വാനിധ്യത്തിന് മറവിൽ മറക്കണം. കടന്നു വന്നിരിക്കുന്ന ദൈവത്തെ ഏൽപ്പിക്കുകയാണ്. ചുരുക്കപ്പേരായിരുന്നാൽ ദൈവം ഞങ്ങളുടെ മധ്യയുള്ള കൃപയ്ക്കായി കർത്താവെ നല്ല സങ്കീർത്തനങ്ങൾ കൃപയ്ക്കായി ശ്രദ്ധിക്കുന്നു. ശുശ്രൂഷിപ്പാൻ ദാസന്മാരെ വെളിപ്പെടുത്തുവാനാണ്, കേൾവിക്കാരെ ഞങ്ങളെ അനുഗ്രഹിക്കുവാനാണ്. ദൈവിക കൃപയ്ക്കുള്ള മറക്കണം. പ്രാർത്ഥനകളുടെ കൃപയ്ക്കായി ശ്രദ്ധിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആമേൻ. എല്ലാവർക്കും ശാന്തമായ കർത്താവിൻ്റെ സന്നിധാനത്തിരിക്കാം. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ദൈവസഭയായി നമുക്ക് ഒന്നിച്ചു കൂടുവാൻ ദൈവം തന്ന അവസരത്തിനായി കർത്താവിനെ വാഴ്ത്തുകയാണ്. ഈ രാവിലെ സമയം മെൽക്കോയിനിൽ ആമേൻ സ്തോത്രം ദൈവസഭയായി നമുക്ക് കൂടി വരുവാനും ആമേൻ അവിടെയും അനുഗ്രഹിക്കപ്പെട്ടൊരു ആരാധന കർത്താവ് ഈ പ്രഭാതത്തിൽ തന്നു. അതിനുശേഷം ഈ സ്ഥലത്ത് ആമേൻ കുറച്ചു പേരുമായി നമുക്കൊന്നിച്ച് കൂടുവാൻ ദൈവം തന്ന നല്ല സാവകാശത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മുടെ പല പ്രിയപ്പെട്ടവർക്കും ഇന്ന് രാത്രി കടന്നു വരുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. കർത്താവിൻ്റെ ശ്രേഷ്ഠദാസനും ഇന്ന് രാത്രി വരുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ശാരീരികമായി അല്പമായിട്ടുള്ള ആമേൻ വിഷമങ്ങൾ, ക്ഷീണങ്ങളുള്ളത് കൊണ്ട് ആമേൻ ഈ ആഴ്ച ഒന്ന് ഒഴിവാക്കണമെന്ന് ആമേൻ പറയുവാനിടയായി. ആമേൻ. ദൈവദാസനെ ഓർത്ത്, കർത്താവിൻ്റെ ദാസൻ്റെ കുടുംബത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. ദൈവനാമത്തിനു വേണ്ടി നിലകൊള്ളുമ്പോൾ പലപ്പോഴും പ്രതികൂല കൊടുങ്കാറ്റുകൾ ദൈവമക്കൾക്കെതിരെ, ദൈവസഭയ്ക്കെതിരെ ഉയർന്നു വരുവാൻ സാധ്യതയുണ്ട്. കാര്യം നാം എല്ലാമായിരിക്കുന്നത് ഒരു യുദ്ധക്കളത്തിലാണ്. ഇതൊരാത്മീയ പോരാട്ടമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ലാഘവത്തോടെ എനിക്ക് നിങ്ങൾക്കുമായിരിക്കാൻ കഴിയത്തില്ല. ഇന്ന് രാത്രിയിൽ ആമേൻ പ്രാർത്ഥനയോടെ ദൈവഭാഗയായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ ആമേൻ സ്തോത്രം ജോമോൻ ജോസഫ് അവർകൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ആമേൻ. കർത്താവിൻ്റെ ദാസനെ ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ ദൈവം അയച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ആമേൻ ഞങ്ങൾ ഒരുമിച്ച് ആരാധിച്ച എൻ്റെ ഒരു പ്രിയ സഹോദരൻ ആമേൻ അദ്ദേഹത്തിൻ്റെ റെക്കമെൻഡേഷൻ, അദ്ദേഹം പരിചയപ്പെടുത്തിയ അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ ശ്രേഷ്ഠദാസനാണ്. ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ ദാസനിൽ കർത്താവ് സ്വർഗീയ മന്ന എനിക്ക് നിങ്ങൾക്കും ആമേൻ നൽകുവാനായി ഏൽപ്പിച്ചിട്ടുണ്ട്. അത് പ്രാപിപ്പാൻ ഇന്ന് രാത്രി ഒരുക്കമുള്ളവരായി ദൈവം ഭാഗയായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ.
സ്തോത്രം. പ്രത്യേകിച്ച് ആളുകൾ കുറയുമ്പോൾ ആ ചെയറുകൾ നമ്മുടെ മേലൊരു അധികാരമെടുക്കുവാനുള്ളൊരു സാധ്യതയുണ്ട്. ഇന്ന് രാത്രി ചെയറുകളുടെ അധികാരമല്ല, അതിന്മേൽ നിറയുന്ന ആത്മാക്കളുടെ ആ നിറവ് കണ്ട് ദൈവത്തെ സ്തോത്രം ചെയ്യണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങൾ പ്രതികരിക്കുന്നവരാകണം, മൗനമായിരിക്കുന്നവരാകരുത്. സ്തോത്രം. ഇന്ന് രാത്രിയിൽ ദൈവം നമ്മളെ വളർത്തും. ഈ ദേശത്ത് ദൈവം നമ്മെ നട്ടെങ്കിൽ ഹല്ലേലൂയ, ദൈവം നമ്മെ വളർത്തും. ആമേൻ. അടുത്തിരിക്കുന്ന ആൾക്ക് കരം കൊടുത്ത് പറഞ്ഞ് ദൈവം നമ്മളെ വളർത്തും. ആമേൻ. ശക്തിയോടെ പറഞ്ഞ് ഹല്ലേലൂയ, ദൈവം നമ്മളെ വളർത്തും. ചില നാളുകൾ മാത്രമേ ആയിട്ടുള്ളൂ. കർത്താവ് കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ നമ്മൾ കേട്ടതാണ്, റെൻ്റ് കൊടുക്കുവാൻ പോലും പ്രാപ്തിയില്ലാത്ത, അല്ലെങ്കിൽ ഒരു ആരാധന നടത്തുവാൻ ആഗ്രഹമുണ്ട്, പക്ഷേ റെൻ്റ് കൊടുക്കുവാൻ നിവൃത്തിയില്ലാതിരിക്കുമ്പോൾ ഇത്ര വിശാലമായൊരു ഹോള് കർത്താവ് നമുക്ക് തന്ന് ദൈവം നമ്മെ മാനിച്ച് ഇവിടെ നിർത്തിയിരിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും ഒരു ഉത്തരവാദിത്വമുണ്ട്. ചിലരെ കൂടി കൊണ്ടുവരാതിരിക്കുന്ന പരിപാടിയല്ല, കൊണ്ടുവരുന്ന പരിപാടി. എനിക്ക് തോന്നുന്നു ചില സന്ദർഭങ്ങളിലും നമ്മുടെ ഒരു ചിന്തയെന്ന് പറയുന്ന ഒന്നിലും കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ആയിക്കോട്ടെ, അങ്ങനല്ല പ്രിയമുള്ളവരെ. ഒരാളെ കൂടെ മാക്സിമം എങ്ങനെയെങ്കിലും കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ ആ ഒരു ചിന്ത നമുക്കുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് നമ്മൾ കിടന്ന് ആത്മാക്കൾ വരേണ്ടത് പ്രാർത്ഥിച്ച ആത്മാക്കൾ വരുത്തില്ല. നമ്മുടെ കൈവശമുള്ളതിന് കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി കൊടുക്കാത്ത കാലത്തോളം പ്രൈസ് ദി ലോർഡ് പുറത്തുനിന്ന് ആളുകൾ വരികയില്ല. ഹല്ലേലൂയ. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്ത് ആമേൻ. അതുകൊണ്ട് ആരാധന മുടക്കുന്ന ഒരു രീതിയല്ല, അതിന് തടസ്സമായി നിൽക്കുന്ന ഒരു കാര്യമല്ല. വളരെ വേഗത്തിൽ എത്രത്തോളം ആളുകളെ കൊണ്ടുവരാൻ കഴിയും, എന്നെ കൊണ്ട് എന്ത് കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ചെയ്യുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. അവിടെയാണ് വർധനവുള്ളത്. ഞാൻ എപ്പോഴും കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് ശുശ്രൂഷിച്ചൊരു വിഷയമാണല്ലോ. 5 യവത്തപ്പവും 2 മീനും ഒരു പൈതൻ്റെ കൈവശമുണ്ടായിരുന്നു. അവനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇങ്ങനെയുള്ള വിശ്വസ്തരായ ആളുകളുണ്ടെങ്കിലേ കർത്താവിന് അത്ഭുതം ചെയ്യാൻ പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അവൻ നേരത്തെ ആരും കാണാതെ, അവനറിയാം വലിയ വിശപ്പൊക്കെ ഉണ്ട്, ആ സമയത്ത് അവനത് ഭക്ഷിച്ചിരുന്നെങ്കിൽ അത്ഭുതം നടക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞ കർത്താവിനെ സ്തോത്രം ചെയ്തേ. നമ്മുടെ കൈവശമുള്ളത് നാം കർത്താവിന് നൽകുമ്പോൾ ദൈവം അതിനെ വർദ്ധിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഹല്ലേലൂയ. കഴിവതും മാക്സിമം ആളുകളെ നമ്മളിഞ്ഞ് വരിക മാത്രമല്ല, വണ്ടിയിൽ സ്ഥലമുണ്ടെങ്കിൽ മറ്റ് പലരെയും വിളിച്ചു കൊണ്ടുവരുവാൻ ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഉത്സാഹിക്കണം. അതിനുവേണ്ടി നിങ്ങൾ ഒരുങ്ങും എന്ന് ഞാൻ ഹൃദയംഗമായി വിശ്വസിക്കുന്നു. സ്തോത്രം. 47-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വാക്യം അതിങ്ങനെയാണ് വായിക്കുന്നത്: സകല ജാതികളുമായുള്ളവരെ കൈകൊട്ടുവിൻ. ആമേൻ. ക്ലാപ്പ് യുവർ ഹാൻഡ്സ് ഓൾ യു നേഷൻസ്. അങ്ങനെയാണ് ഇംഗ്ലീഷിൽ അത് വായിക്കുന്നത്. സകല ജാതികളുമായുള്ളവരെ എന്ത് ചെയ്യണം? കൈകൊട്ടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സകല ആളുകളും, ദൈവത്തിൻ്റെ വചനം പറയുന്നു, സകല ആളുകളും ദൈവത്തെ സ്തുതിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചില ആളുകളുണ്ട്, മനസ്സുണ്ടെങ്കിലേ സ്തോത്രം, അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒരു മൂഡ്, അങ്ങനെ ഒരു ചിന്ത, അങ്ങനെ ഒരു സ്തോത്രം ആത്മീയ തലത്തിലൊക്കെ ആയിരിക്കുകയാണെങ്കിൽ എനിക്കങ്ങനെ ആരാധിക്കാൻ തോന്നുന്നില്ല. ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കിക്കോ, നമ്മുടെ സൗകര്യവും നമ്മുടെ മൂഡും നമ്മുടെ ഫീലിങ്ങും ഇതിനെയൊക്കെ ആശ്രയിച്ചല്ല നമ്മൾ ദൈവത്തെ ആരാധിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. എവിടെ നാം ആയിരുന്നാലും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ നടുവിലായിരിക്കുമ്പോൾ സ്ഥാമേൻ ഹല്ലേലൂയ, ഇന്ന് രാത്രിയിൽ സ്ഥലകാല ഭേദങ്ങൾ മറന്ന ദൈവത്തെ ആരാധിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി ഇന്ന് രാത്രി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ ശൂന്യമായ ചെയറുകളെ നോക്കിയാൽ ഒരുപക്ഷെ എനിക്കും നിങ്ങൾക്കും ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയത്തില്ല. എന്നാൽ ഇന്ന് രാത്രിയിൽ സാഹചര്യമല്ല. പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ ദൈവത്തെ ആരാധിച്ചതുപോലെ പരാതി പറയുവാനുണ്ടായിരുന്നെങ്കിൽ ലോട്ട് ഓഫ് കംപ്ലൈന്റ്സ്, ഒത്തിരി കംപ്ലൈന്റുകൾ അവരുടെ കൈവശമുണ്ടായിരുന്നു. എന്നാൽ കംപ്ലൈന്റുകൾ നിരത്തുവാനല്ല, പരാതി പറയുവാനല്ല, വേദനയാണ് അതുകൊണ്ട് ഞാൻ റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറയുവാനല്ല, കഷ്ടമാണ് സങ്കടമാണെന്ന് പറഞ്ഞ് മാറി നിൽക്കുവാനല്ല. ആ രാത്രിയിൽ അവർ ചെയ്തത് സ്തോത്രം പതിവ് പോലെ ഞാൻ വിശ്വസിക്കുന്നു. ആ രാത്രിയിൽ മാത്രമല്ല, എപ്പോഴൊക്കെ ദൈവത്തെ ആരാധിക്കാൻ, പ്രത്യേകിച്ച് പ്രതികൂലങ്ങൾ കൂടി വരുമ്പോൾ, പ്രതിസന്ധികൾ ഏറി വരുമ്പോൾ, അതിന്റെ നടുവിൽ മടിച്ചു നിൽക്കാതെ, അറച്ചു നിൽക്കാതെ, അന്ന് രാത്രിയിൽ ആ ഫിലിപ്പിയ കാരാഗ്രഹത്തിന്റെ ഉള്ളിൽ അവർ സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിച്ചപ്പോൾ, ഹല്ലേലൂയ,
ജീസസ് ജീസസ് എന്ന രാത്രിയിലും പ്രതികൂലങ്ങളെ നോക്കിയാൽ എനിക്ക് നിങ്ങൾക്കും ആരാധിക്കുവാൻ പറ്റത്തില്ല. പ്രതിസന്ധികളെ നോക്കിയാൽ ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയത്തില്ല. എന്നാൽ ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ പ്രതികൂലങ്ങളെ നോക്കാതെ അവൻ പ്രിയപ്പെട്ടവർ ചെയ്തതുപോലെ അവൻ സ്തോത്രം കൈവിലങ്ങുകൾ താമരനായി മാറി. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അവൻ സ്തോത്രം സ്തോത്രം ബന്ധിക്കപ്പെട്ട കാലുകൾ അവൻ ആത്മാവിൽ നൃത്തത്തിന്റെ ചലനങ്ങളായി. ഹല്ലേലൂയ. സ്തോത്രം ദേഹം ദേഹിയ ആത്മാവിൽ അവർ ദൈവത്തെ ആരാധിച്ചപ്പോൾ ഹല്ലേലൂയ അവൻ സ്തോത്രം ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, അവരുടെ ബന്ധനങ്ങൾ മാത്രമല്ല അടിസ്ഥാനങ്ങൾ ഇളകുമാറ് സകല തടവുകാരെയും ദൈവം വിടുവിപ്പാനിടയായി. ആ രാത്രിയിൽ ജയിലർ അവന്റെ കുടുംബം മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടുവാനിടയായി. ഇന്ന് രാത്രി ദൈവപ്രവൃത്തി നടക്കണമെങ്കിൽ ഞാനും നിങ്ങളും ദൈവത്തെ സ്തുതിക്കണം, ഞാനും നിങ്ങളും ദൈവത്തെ ആരാധിക്കണം. ഇന്ന് രാത്രി ചേർന്ന് പറഞ്ഞ് പ്രതിസന്ധികൾ എന്നെ തളർത്തുകയില്ല. ശബ്ദമുയർത്തെ ആത്മാവിൽ ചേർന്ന് പറ, പ്രതികൂലങ്ങൾ എന്നെ തളർത്തുകയില്ല, പ്രതിസന്ധികൾ എന്നെ തളർത്തുകയില്ല. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, സ്തോത്രം ആള് കുറവായതുകൊണ്ട് ഒരിക്കലും ഭാരവും പ്രയാസവും വന്നിട്ടില്ല. കാര്യം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എൻ്റെ പിതാവിൻ്റെ ദേഹവിയോഗത്തിൽ സ്തോത്രം ശവസംസ്കാര ശുശ്രൂഷ നടന്നപ്പോൾ ഹല്ലേലൂയ സ്തോത്രം അവിടെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ സഹോദരൻ എൻ്റെ വീട്ടിൽ ചായ കൊണ്ടു തന്ന സകലർക്കും ചായ സപ്ലൈ ചെയ്ത കമ്മ്യൂണിസ്റ്റുകാരനായ സഹോദരൻ പറഞ്ഞു, അങ്ങയുടെ പിതാവ്, പ്രിയ സഹോദര, അങ്ങയുടെ പിതാവ് തെരുക്കോണിൽ ഒരു മെഗാഫോണും പിടിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് പ്രസംഗിക്കുന്നുണ്ട്, ആരുമില്ലായിരുന്നു. അവൻ ആരും കേൾക്കാൻ, എല്ലാവരും വീടുകളൊക്കെ ഉണ്ട്, പക്ഷെ കാണികളായിട്ട് തൊട്ട് മുൻപിൽ ആരുമില്ല. ഹല്ലേലൂയ. ഒറ്റയ്ക്ക് നിന്ന് പ്രസംഗിക്കുന്നു. ഞാൻ വന്നിട്ട് പ്രസംഗം മുഴുവൻ കേട്ടു. എനിക്കൊത്തിരി സന്തോഷം തോന്നി. ഹല്ലേലൂയ. അന്ന് ഞാനൊരു തീരുമാനമെടുത്ത, കർത്താവേ, എൻ്റെ പപ്പ ചെയ്തതുപോലെ ആളുകൾ എനിക്ക് പ്രശ്നമല്ല, ആള് വന്നാലും ഇല്ലെങ്കിലും ആൾക്കൂട്ടം ഉണ്ടായാലും ഇല്ലെങ്കിലും എൻ്റെ കർത്താവിനെ ഉയർത്തുവാൻ എനിക്കൊരു വേദി തന്നാൽ ഹല്ലേലൂയ അവിടെ ഞാൻ സന്തോഷത്തോടെ എൻ്റെ കർത്താവിന് വേണ്ടി നിൽക്കും. ആമേൻ. ഇന്ന് രാത്രി ചേർന്ന് പറഞ്ഞ്, പ്രതികൂലങ്ങളിൽ നമ്മൾ തളരുകയില്ല, പ്രതിസന്ധികൾ നമ്മൾ തളരുകയില്ല, ഒന്നിനും നമ്മെ തളർത്തുവാൻ കഴിയത്തില്ല. അടിസ്ഥാനങ്ങൾ ഇളകുമാറ, ഈ പട്ടണത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇളകുമാറ. ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് രാത്രി ദൈവം അയക്കും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ ദൈവപ്രവൃത്തികൾ കർത്താവ് ഈ സഭയിൽ ചെയ്യും. അതിന് യാതൊരു തർക്കവുമില്ല. പരിശുദ്ധാത്മാവ് അതിനായി നമ്മളെ ഒരുക്കട്ടെ, അതിനായി നമ്മെ ആശീർവദിക്കട്ടെ എന്ന് ഞാൻ ഹൃദയംഗമായി പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി നമുക്ക് മൂഡ് തോന്നുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട്, എനിക്കങ്ങനെ ഒരു ചിന്തയുണ്ട് ദൈവത്തെ അങ്ങനെ പറയുവാനല്ല, ഏത് പ്രതിസന്ധിയിലും ദൈവത്തെ സ്തുതിപ്പാൻ, സ്തോത്രം ചെയ്യുവാൻ. ഹല്ലേലൂയ. ഭവനത്തിലായിരിക്കുമ്പോൾ കർത്താവിന് സ്തോത്രം ചെയ്യുവാൻ, ഓഫീസിൽ പോകുമ്പോൾ അവിടെ ദൈവത്തെ സ്തുതിക്കുവാൻ, കാറിൽ പോകുമ്പോൾ ദൈവത്തെ സ്തുതിക്കുവാൻ, അടുക്കളയിലായിരിക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുവാൻ. ആമേൻ. എവ്രിവെയർ ഹല്ലേലൂയ നാം ദൈവത്തെ സ്തുതിക്കുന്നവരായി തീരട്ടെ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ആമേൻ. ദൈവകരങ്ങളിലേക്ക് സ്തോത്രം നമ്മെ സമർപ്പിക്കാം. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്തോത്രം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ആമേൻ. ഇന്ന് രാത്രിയിൽ തുടർന്ന് നാം ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ പോകുകയാണ്. കർത്താവിൻ്റെ അഭിഷക്തനായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഒരു മുൻ പരിചയമൊന്നുമില്ലെങ്കിലും ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആ പരിചയത്തിൻ്റെ ആവശ്യമില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവം അയച്ചിട്ടാണ് പ്രിയ കർത്താവിൻ്റെ ദാസൻ നമ്മുടെ നടുവിൽ കടന്നു വന്നിരിക്കും. കഴിഞ്ഞ ആഴ്ചയിലും അഭിഷക്ത ദൈവത്തിൻ്റെ ദാസനിലൂടെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം കർത്താവ് നമുക്ക് തന്നു. ഇന്ന് രാത്രിയിലും ദൈവം നമ്മോട് സംസാരിക്കും. എത്ര പേർ ഒരു നിമിഷം നിങ്ങളുടെ കരങ്ങൾ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിയേ? എല്ലാവരും ചേർന്നൊന്ന് പ്രാർത്ഥിച്ച, കർത്താവേ, കേൾക്കുവാൻ കഴിയുന്ന ഒരു കാത്, ആമേൻ, അനുസരിപ്പാൻ കഴിയുന്ന ഒരു ഹൃദയം എനിക്ക് തരണമേ. ഇന്ന് രാത്രി വചനം എന്നെ വിടുവിക്കണമേ, വചനം എന്നോട് സംസാരിക്കണമേ. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. തുടർന്നുള്ള ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി കർത്താവിൻ്റെ ദാസൻ ക്രിസ്തുദാസ് ബ്രദർ വേഗത്തിൽ പ്രാർത്ഥിക്കുമല്ലോ. ദൈവത്തിന്റെ വചനം കേൾക്കാൻ അടിയിൽ പോകുന്ന കർത്താവേ, ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് കർത്താവേ, ആ വഴികൾ നടപ്പാക്കുന്ന കർത്താവ് ജഡികൾ സഹായിക്കുമാറാകണം പ്രാർത്ഥിക്കുന്ന ശക്തീകരിക്കണം. യേശുനാഥന്റെ പിതാവേ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഈ അനുഗ്രഹീതമായിരിക്കുന്ന രാത്രിയിൽ
വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ രാത്രിയിലെ ഈ ആത്മീക സമ്മേളനത്തിൻ്റെ കൂട്ടായ്മയുടെ യോഗ നടപടികൾ നിയന്ത്രിക്കുന്ന ഈ സഭയുടെ ശുശ്രൂഷകൻ പാസ്റ്റർ സാം അവറുകൾ കർത്താവിൻ്റെ ദാസനോട് ചേർന്ന് വളരെ പരമാർത്ഥതയോടും വിശ്വസ്തയോടും കൂടെ ഈ പട്ടണത്തിൽ ദൈവത്തെ സേവിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന എൻ്റെ മുൻപിലായിരിക്കുന്ന വാത്സല്യ സഹോദരി സഹോദരന്മാർ, വാത്സല്യ കുഞ്ഞുങ്ങളെല്ലാം പ്രിയപ്പെട്ടവർക്കും ധന്യനായ യേശു കർത്താവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ ക്രിസ്തീയ വന്ദനവും സ്നേഹവും അറിയിക്കട്ടെ. ഈ രാത്രിയിൽ ഇപ്രകാരം നിങ്ങളോടൊപ്പമായിരിക്കുവാൻ എൻ്റെ ദൈവത്താൽ ലഭിക്കപ്പെട്ട ഈ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ബഹുമാന്യനായ കർത്തൃഭൃത്യൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ തമ്മിൽ യാതൊരു പരിചയവുമില്ല. ഒരു വാട്സപ്പ് സന്ദേശത്തിൻ്റെ ബന്ധം മാത്രമേ ഞങ്ങൾ തമ്മിലുള്ളൂ. നിശ്ചയമായിട്ടും അതിലുപരി ക്രിസ്തുവിൻ്റെ നിണത്താൽ നാം ഒന്നായിരിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ നമുക്ക് വളരെ സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. എൻ്റെ പേര് ജോമോൻ ജോസഫ് എന്നാണ്. എൻ്റെ സ്വദേശം പത്തനംതിട്ട ജില്ലയിൽ റാന്നിക്ക് സമീപം അത്തിക്കയം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. പിന്നിട്ട 22 വർഷത്തിലധികമായി വിപ്ലവ കേരളത്തിൻ്റെ ജ്വലിക്കുന്ന കണ്ണെന്ന് വിശേഷിപ്പിക്കുന്ന കണ്ണൂർ ജില്ലയിൽ കർത്താവിൻ്റെ മഹത്വമേറിയ വേലയുടെ മുഖത്തായിരിക്കുവാനായിട്ട് എനിക്ക് ദൈവത്താൽ ലഭിക്കപ്പെട്ടിരിക്കുന്ന അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന സഭയുടെ യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുവാനായിട്ട് എന്നിൽ ഏൽപ്പിക്കപ്പെട്ട ആ നിയോഗത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ ഇവിടെ സൂചിപ്പിച്ചു, തൻ്റെ വാത്സല്യ പിതാവിനെക്കുറിച്ച് ഇവിടെ ഇടയായി. അത് കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. ഇങ്ങനെ സഭാഹാളിനകത്ത് പ്രസംഗിക്കുന്നതിൽ വലിയ താല്പര്യമുള്ളൊരു വ്യക്തിയല്ല ഞാനൊരു കവല പ്രസംഗകനാണ്. സപ്തഭാഷകളുടെ സംഘഭൂമി എന്ന് വിശേഷിപ്പിക്കുന്ന കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ തുടർമാനമായി കേരളത്തിൻ്റെ കവലകളിൽ യേശുവിൻ്റെ മാറ്റമില്ലാത്ത സന്ദേശം കൈമാറുന്ന ഒരു സാധാരണ സുവിശേഷകനാണ്, കവല പ്രസംഗകനാണ് ഞാൻ. അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട്, അതിലെനിക്ക് വളരെ അഭിമാനമുണ്ട്. അതിൽ ഞാൻ മറ്റെന്തിനേക്കാളും സന്തോഷം കണ്ടെത്തുന്നു. നിശ്ചയമായിട്ടും ഇന്ന് രാത്രിയിൽ നിങ്ങളോടൊപ്പം ഇവിടെ ആയിരിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഉപജീവനത്തിൻ്റെ ഉപാധി തേടി സ്വന്തം നാട് വിട്ട്, പ്രിയപ്പെട്ടവരെ വിട്ട്, ചാർച്ചക്കാരെ വിട്ട്, ബന്ധുമിത്രാദികളെ വിട്ട് ഈ മരുഭൂമിയിൽ നിങ്ങളായിരിക്കുമ്പോൾ ഭൗതിക നേട്ടങ്ങൾ വെട്ടിപ്പിടിക്കുന്നതിൻ്റെ തത്രപ്പാടുകൾക്കിടയിലും ലഭ്യമായി തീർന്നിരിക്കുന്ന സാഹചര്യങ്ങളിൽ, സാധ്യതകളിൽ കർത്താവിനെ സേവിക്കുവാനും, കർത്താവിനെ സ്നേഹിക്കുവാനും, കർത്താവിനെ ആരാധിക്കുവാനും, അവൻ്റെ മഹത്വമുള്ള സാക്ഷികളായി തീരുവാനും നിങ്ങൾ കാണിക്കുന്ന നല്ല മനസ്സിനെ ഞാൻ മുക്തികണ്ഠം അഭിനന്ദിക്കുന്നു. ഈ രാജ്യത്ത് നിങ്ങൾക്ക് ലഭിക്കപ്പെട്ട ഈ ആത്മീയ കൂട്ടായ്മകൾക്കുള്ള സ്വാതന്ത്ര്യത്തിൽ നാം എത്രമാത്രം ദൈവത്തിന് മഹത്വം അർപ്പിച്ചാലും മതിയാകത്തില്ല പ്രിയപ്പെട്ടവരെ. ഒരു ഇസ്ലാമിക രാജ്യത്തിനകത്ത് വേർപെട്ട ദൈവജനത്തിന് സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ ആരാധിക്കുവാനും, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും, ഒന്നിച്ച് കൂടി വരുവാനും ഒക്കെ ലഭിക്കപ്പെടുന്ന ഈ അസുലഭ സന്ദർഭങ്ങളെ ഓർത്തുകൊണ്ട്, ഈ നല്ല നിമിഷങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു മതേതര രാജ്യമായിരിക്കുന്ന ഇന്ത്യക്കകത്ത് ലഭിക്കാത്ത ഒരു ആത്മീയ ആരാധനാ സ്വാതന്ത്ര്യമാണ് ഈ രാജ്യത്ത് നമുക്ക് ലഭിക്കുന്നത്. ഇവിടുത്തെ ഭരണാധികാരികൾ അത് ഒന്നിച്ച് കൂടി വരുവാനും കൂട്ടായ്മ ആചരിക്കുവാനും ഒക്കെ നമുക്ക് ഒരുക്കിത്തരുന്ന ഈ നല്ല സാഹചര്യം ഓർത്ത് നാം ദൈവത്തിന് മഹത്വമർപ്പിക്കുന്നതോടൊപ്പം തന്നെ ഈ രാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി, ഇവിടുത്തെ ഭരണകർത്താക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് നാം ബാധ്യസ്ഥരാണ്. യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ദേശത്തിന് നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, ദേശത്തിന് നന്മയുണ്ടായാൽ നിങ്ങൾക്കും ഒരു നന്മയുണ്ടാകും, ദേശത്തിന് അഭിവൃദ്ധി ഉണ്ടായാൽ നിങ്ങൾക്കും ഒരു അഭിവൃദ്ധി ഉണ്ടാകും. അതുകൊണ്ട് ഈ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ഈ രാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. ഈ ദേശത്തിനൊരു അഭിവൃദ്ധി ഉണ്ടായാൽ അത് നിങ്ങളുടെ കൂടെ അഭിവൃദ്ധിയാണ്. അതുകൊണ്ട് നമുക്ക് ഇപ്രകാരം ലഭ്യമായി തീർന്ന ഈ അനുഗ്രഹീതമായിരിക്കുന്ന അനുഭവങ്ങളെ ഓർത്ത് നമുക്ക് കർത്താവിന് മഹത്വം അർപ്പിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മൾ ഇപ്രകാരം സ്വാതന്ത്ര്യത്തോടെ കർത്താവിൻ്റെ ദാസൻ രാവിലെ ഒരു ആരാധന കഴിഞ്ഞിട്ടാണ് വൈകുന്നേരം ഇങ്ങനെ കൂടി വരുന്നത്. ഞാൻ ഇന്ന് 4ാമത്തെ സഭായോഗത്തിലാണ് പങ്കെടുക്കുന്നത്. നമ്മളിങ്ങനെ സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, അതെ, നമ്മുടെ രാജ്യത്ത് മണിപ്പൂരിൽ നമ്മുടെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും നമ്മുടെ മാംസത്തിൽ നിന്ന് മാംസവുമായിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ കർത്താവിൻ്റെ നാമനിമിത്തം പീഡ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ സ്വന്തം വീട് വിട്ട്, സ്വന്തം ചാർച്ചക്കാരെ വിട്ട്, അവർക്കുണ്ടായിരുന്നെല്ലാം നഷ്ടപ്പെട്ടവരായി വനാന്തരങ്ങളിൽ കൈക്കുഞ്ഞുങ്ങളുമായിട്ട് അന്തി ഉറങ്ങുമ്പോൾ, ഒരു നേരത്തെ ആഹാരത്തിന് നിർവാഹമില്ലാതെ അവർ കഷ്ടമനുഭവിക്കുമ്പോൾ നമ്മുടെ സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ നാം ബാധ്യസ്ഥരല്ലേ പ്രിയപ്പെട്ടവരെ?
അവിടെ അവർ അനുഭവിക്കുന്ന പീഡകൾ നാം അറിയുന്നതിനേക്കാൾ, നാം മനസ്സിലാക്കിയിരിക്കുന്നതിനേക്കാളൊക്കെ ദാരുണമാണ്. അതിനേക്കാളൊക്കെ ഭീതിജനകമാണ് നമ്മുടെ സഹോദരങ്ങൾ അവിടെ അനുഭവിക്കുന്ന വേദനാജനകമായ സാഹചര്യങ്ങൾ. പക്ഷേ ഒരു കാര്യം നമുക്ക് ഉറപ്പുണ്ട് പ്രിയപ്പെട്ടവരെ, മണിപ്പൂരിൽ നാം ദൈവപ്രവൃത്തി കാണുവാനായിട്ട് പോവുകയാണ്. മണിപ്പൂരിൽ കർത്താവിൻ്റെ കരം ചലിക്കപ്പെടുന്നത് കാണുവാനായിട്ട് നാം പോവുകയാണ്. സഭയുടെ ചരിത്രം പഠിച്ചാൽ എവിടെയൊക്കെ പീഡ ഉണ്ടായിട്ടുണ്ടോ, എവിടെയൊക്കെ ഉപദ്രവം ഉണ്ടായിട്ടുണ്ടോ, എവിടെയൊക്കെ ദൈവജനം ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ടോ, അവിടെയെല്ലാം സഭ വളർന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നാം ഉപദ്രവിക്കപ്പെടുന്ന മണിപ്പൂരിൽ സഭ ഉപദ്രവിക്കപ്പെടുന്നെങ്കിൽ, നമ്മുടെ സമശിഷ്ടങ്ങൾ ഉപദ്രവിക്കപ്പെടുന്നെങ്കിൽ അവിടെ നാം ദൈവപ്രവൃത്തി കാണും. കൈസരിയയിൽ, ഫിലിപ്പിന്റെ കൈസരിയയിൽ അന്തിപ്പാസ് ഫിലിപ്പ് ഒരു നിയമം പുറപ്പെടുവിച്ചു. ദൈവസഭ ശക്തിയുക്തം വളരുവാനായിട്ട് ആരംഭിച്ചു. ദൈവസഭയുടെ വളർച്ച ശക്തമായപ്പോൾ അന്തിപ്പാസ് ഫിലിപ്പിന് അത് ഇരിക്കപ്പൊറുതിയില്ലാതായി. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അന്തിപ്പാസ് ഫിലിപ്പ് ഒരു നിയമം പുറപ്പെടുവിച്ചു. ഇനിയും അന്തിപ്പാസ് ഫിലിപ്പിനോടല്ലാതെ മറ്റാരോടും പ്രാർത്ഥിക്കുവാനായിട്ട് പാടില്ല. ജനം മറ്റാരോടും പ്രാർത്ഥിക്കുവാനായിട്ട് പാടില്ല. ആരോടെങ്കിലും പ്രാർത്ഥിക്കുന്നെങ്കിൽ അത് അന്തിപ്പാസ് ഫിലിപ്പിനോടായിരിക്കണം. അത് ജനങ്ങൾക്ക് ബോധ്യമാകേണ്ടതിന് വേണ്ടി 4 ആൾ കൂടുന്ന കവലകളിലെല്ലാം അന്തിപ്പാസ് ഫിലിപ്പിന്റെ ബിംബം സ്ഥാപിച്ചു. ഈ ബിംബം കാണുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, ഫിലിപ്പിനോടെ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. ഫിലിപ്പിനോടല്ലാതെ മറ്റാരോട് പ്രാർത്ഥിക്കുവാൻ പാടില്ല. ജനം ഭയപ്പെട്ടു. ചിലരൊക്കെ ഫിലിപ്പിനോട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. എന്നാൽ അന്തിപ്പാസ് ഫിലിപ്പിന്റെ കൈസരിയിൽ അന്തിപ്പാസ് ഫിലിപ്പിന്റെ 12 അടി ഉയരമുള്ള ബിംബം നാട്ടിയിരിക്കുമ്പോൾ അതിന് സമീപേ നിന്നുകൊണ്ട് സഭയുടെ നാഥനായ കർത്താവ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. ആരൊക്കെ എന്തൊക്കെ നിയമങ്ങൾ പുറപ്പെടുവിച്ചാലും, ഏതൊക്കെ ശക്തികൾ ദൈവസഭയ്ക്കെതിരെ എഴുന്നേറ്റാലും, സഭയുടെ നാഥൻ സഭയെ പണിയുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഞാൻ ദൈവാത്മാവിൽ പറയട്ടെ, ഈ പട്ടണത്തിൽ കർത്താവ് സഭയെ പണിയും. ഇന്നുള്ള ശൂന്യാവസ്ഥകൾക്ക് മാറ്റം വരുത്തും. ദൈവത്താൽ ഒരു വിശാലത ഉണ്ടാകും. ദൈവത്താൽ ഒരു പ്രവൃത്തി കണ്ണിന് കാണുവാനായിട്ട് അവസരം ഒരുക്കപ്പെടുമെന്നുള്ളതൊരു സംശയമില്ല പ്രിയപ്പെട്ടവരെ. പരിമിതമായിരിക്കുന്ന സാഹചര്യങ്ങളെ കണ്ടുകൊണ്ട് ഒതുങ്ങിക്കൂടുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. കർത്താവിന്റെ ദാസൻ ഇവിടെ ആരാധന ലീഡ് ചെയ്തപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. ഒരു 10,000 പേരുള്ള ഒരു സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നത് പോലെ കർത്താവിന്റെ ദാസൻ ഇവിടെ വർഷിപ്പ് ലീഡ് ചെയ്തത്. നിശ്ചയമായിട്ടും അതങ്ങനെ തന്നെ സംഭവിക്കും. ദൈവപ്രവൃത്തിയെ തടയുവാനായിട്ട് ഒരു ശക്തിക്കും കഴിയത്തില്ല. അതുകൊണ്ട് ഈ പട്ടണത്തിൽ ദൈവദാസനോട് ചേർന്ന് ഐക്യതയോടെ, സ്നേഹത്തോടെ, ഒരു മനസ്സോടെ നാം നിന്നാൽ ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാനായിട്ട് കർത്താവ് കൃപ ചെയ്യും. കർത്താവിന് വേണ്ടി നാം ചെയ്യുന്നതൊക്കെ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന രീതി ചെയ്യണം. പുറപ്പാട് പുസ്തകം, അതെ, ഇനി ഞാൻ പ്രസംഗിക്കുന്ന വിഷയമല്ലത്, പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഞാനൊന്ന് പറയുന്നുവെന്ന് മാത്രം. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നു, യഹോവ മോശയോട് പറയുന്ന ഒരു കാര്യം. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ. എനിക്ക് വഴിപാട് കൊണ്ടുവരുവാൻ ഇസ്രായേൽ മക്കളോട് പറയുക, നല്ല മനസ്സോടെ തരുന്ന ഏവനോടും നിങ്ങൾ എനിക്ക് വേണ്ടി വഴിപാട് വാങ്ങണം. മതി. എനിക്ക് വഴിപാട് കൊണ്ടുവരുവാനായിട്ട് ആരോട് പറയണം? ഇസ്രായേൽ മക്കളോട് പറയണം. വഴിപാട് കൊണ്ടുവരുവാനായിട്ട് ഇസ്രായേൽ മക്കളോട് പറയണം. കൊണ്ടുവരുന്നവരോടെല്ലാം മേടിക്കണമെന്നാണ് പറഞ്ഞേ? അല്ല, പിന്നെങ്ങനാ? നല്ല മനസ്സോടെ കൊണ്ടുവരുന്നവരോടെല്ലാം നീ വഴിപാട് മേടിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ പ്രിയപ്പെട്ടവര്, നിർബന്ധം കൊണ്ടല്ല, ഗതികേട് കൊണ്ടല്ല, നല്ല മനസ്സോടെ ചെയ്യണം. അത് മതി കർത്താവിന്. അതിലാ ദൈവം പ്രസാദിക്കുന്നത്. ഇസ്രായേൽ ജനത്തോട് പറയുക, മോശയോട് പറയുക, നല്ല മനസ്സോടെ വഴിപാട് കൊണ്ടുവരുന്ന ഏവനോടും നീ മേടിക്കണം. താഴോട്ടുള്ള ഭാഗങ്ങളിൽ എന്തൊക്കെയാണ് വഴിപാട് കൊണ്ടുവരേണ്ടത് എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നമുക്ക് ചിന്തിക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നതിൽ ഒരു ഭാഗം അതിനകത്ത് കാണുന്നു. എന്താണ്? അതിന്റെ 25-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. പൊന്ന്, വെള്ളി, താമ്രം, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പഞ്ഞിനൂൽ, കോലാട്ടുരോമം, ചുവപ്പിച്ച ആട്ടുകൊറ്റനൂൽ, തഹശുതോൽ. ഇന്ന് നമ്മുടെ വിഷയം തഹശുതോല. വഴിപാട് കൊണ്ടുവരുവാനായിട്ട് ദൈവം ആവശ്യപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വസ്തു തഹശുതോല്. നമ്മൾ തഹശുതോൽ കണ്ടിട്ടുണ്ടോ? ഈ തഹശുതോൽ എന്തിനാ ഉപയോഗിക്കുന്നത് നമുക്കറിയാമോ? ഈ തഹശുതോൽ കൊണ്ടുള്ള പ്രയോജനം എന്താണെന്നറിയാമോ? തഹശുതോല് വഴിപാടായിട്ട് കൊണ്ടുവരുവാൻ പറഞ്ഞത് ആലയത്തിലെ മേശയുടെ മുകളിൽ വിരിയായിട്ട് ഉപയോഗിക്കുവാനാ. അപ്പോൾ കർത്താവ് തഹശുതോല് കൊണ്ടുവരുവാനായിട്ട് ജനത്തോട് ആവശ്യപ്പെട്ടെങ്കിൽ ഈ ജനത്തിന്റെ കയ്യിൽ എന്തുണ്ട്? തഹശുതോലുണ്ട്. ഈ തഹശുതോൽ ഇവർക്ക് എവിടെ നിന്ന് ലഭിച്ചു? ഈജിപ്തിൽ മാത്രം കാണപ്പെടുന്ന സീൽ എന്ന് പറയുന്ന ഒരു മൃഗത്തിന്റെ കട്ടിയുള്ള തോലാണ് ഈ തഹശുതോൽ. ഈ മൃഗം ഈജിപ്തിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു പോരുമ്പോൾ ഇവരെന്ത് കരുതി? ഇവരെല്ലാവരും കയ്യിൽ എന്ത് കരുതി?
തകച്ചുതോൽ കരുതി. ഇവരുടെ കൈ തകച്ചുതോലുണ്ട്. കർത്താവിനതറിയാം. അവരെ എത്ര ഒളിപ്പിച്ചു വെച്ചാലും ദൈവത്തിന് അറിയാം അവരുടെ കൈ തകച്ചുതോലുണ്ടെന്ന്. അതുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ അവരോട് തകച്ചുതോൽ മേടിക്കണം. ആരോടാ? നല്ല മനസ്സോടെ കൊണ്ടുവരുന്നവരോട് തകച്ചുതോൽ വഴിപാടായിട്ട് മേടിക്കണം. അങ്ങനെ തകച്ചുതോൽ കൊണ്ട് ഇപ്പോൾ ഇവർ എവിടെയാണ്? മരുഭൂമിയിലാണ്. ഇനി അവർക്ക് ഈജിപ്തിലേക്ക് പോകുവാനായിട്ട് സാധ്യതയില്ല. അവർ ഒരിക്കലും പോകത്തില്ല. അവിടെ നിന്ന് അവർ രക്ഷപ്പെട്ടു പോകുന്നതാ. ഇപ്പോൾ അവരുടെ കയ്യിലുള്ള തകച്ചുതോല് എവിടെ കൊണ്ടുവരുവാൻ പറഞ്ഞു? ആലയത്തിൽ വഴിപാടായിട്ട് കൊണ്ടുവരുവാനായിട്ട് പറഞ്ഞു. എങ്ങനെ കൊണ്ടുവരുവാൻ? നല്ല മനസ്സോടെ കൊണ്ടുവരുവാനായിട്ട് പറഞ്ഞു. ഈ ജനം എന്തിനാ തകച്ചുതോല് കയ്യിൽ കരുതിയത്? വായിക്കാം. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 16-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 16-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം. ഞാൻ നിന്നെ വിചിത്ര വസ്ത്രം ധരിപ്പിച്ച് തകച്ചു തോല് കൊണ്ടുള്ള ചെരുപ്പിടിവിക്കും. അപ്പോൾ തകച്ചു തോല് കൊണ്ടുള്ള ഉപയോഗം എന്താണെന്നറിയാവോ? എന്താ? ചെരുപ്പുണ്ടാക്കാനേ ഇത് കൊള്ളത്തുള്ളൂ. ഈ തകച്ചു തോല് ചെരുപ്പിന് മാത്രമേ കൊള്ളത്തുള്ളൂ. ഇപ്പോൾ യഹോവ പറയുക, നിങ്ങൾ തകച്ചു തോല് വഴിപാടായിട്ട് കൊണ്ടുവരണം. ഇപ്പോൾ ഇവരുടെ കാലിൽ ഒരു ജോഡി ചെരുപ്പുണ്ട്. ഇനി നാളുകളിൽ യാത്രകളിൽ ചെരുപ്പുണ്ടാക്കുവാനായിട്ട് തകച്ചുതോൽ ഇവർ കയ്യിൽ കരുതിയിരിക്കുക. എന്നാൽ കർത്താവ് അവരോട് പറയുന്നു, നിങ്ങൾ ചെരുപ്പുണ്ടാക്കാനുമായി കയ്യിൽ കരുതിയ തകച്ചുതോൽ ദൈവസന്നിധി വഴിപാടായിട്ട് കൊണ്ടുവരണം. അവർ നല്ല മനസ്സോടെ തകച്ചുതോൽ വഴിപാടായിട്ട് കൊണ്ടുവന്നു. ഇനിയും ഇവരുടെ കയ്യിൽ ചെരുപ്പുണ്ടാക്കാൻ തകച്ചുതോലില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കയ്യിലുണ്ടായിരുന്ന തകച്ചുതോല് ദേവാലയത്തിൽ വഴിപാടായി നല്ല മനസ്സോടെ പൂർണ്ണ ഹൃദയത്തോടെ അവർ കൊണ്ടു കൊടുത്തപ്പോൾ എന്താ സംഭവിച്ചത്? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം ആർക്കും കടക്കാരനല്ല. അവർ മരുഭൂമിയിൽ യാത്ര ചെയ്ത 3 വർഷങ്ങളിലും അവരുടെ ചെരുപ്പ് തേയുവാൻ കർത്താവ് അനുവദിച്ചില്ല. അവരുടെ ഒറ്റയൊരുത്തന്നെ ചെരുപ്പ് തേഞ്ഞില്ല. അവർ വാറ്റത്തെ നാട്ടിലെത്തുന്നത് വരെ അവരുടെ ചെരുപ്പ് തേയാൻ കർത്താവ് അനുവദിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. അവർക്കുണ്ടായിരുന്ന തകച്ചുതോൽ നല്ല മനസ്സോടെ ദൈവത്തിന്റെ സന്നിധി കൊണ്ടുവന്നു. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവമക്കളെ, നല്ല മനസ്സോടെ ദൈവത്തെ ആരാധിച്ചാൽ, നല്ല മനസ്സോടെ ദൈവത്തെ സ്തുതിച്ചാൽ, നല്ല മനസ്സോടെ ദൈവത്തെ പിൻപറ്റിയാൽ, നല്ല മനസ്സോടെ ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി നിലകൊണ്ടാൽ, എന്റെ ദൈവം ആർക്കും കടക്കാരനല്ല. നിന്റെ രോഗമുള്ള ശരീരത്തിന് അവൻ കടക്കാരനല്ല. നിന്റെ തലമുറയുടെ ഭാവിക്ക് അവൻ കടക്കാരനല്ല. നിന്റെ ഭൗതിക കഷ്ടതയ്ക്ക് അവൻ കടക്കാരനല്ല. Praise the Lord, praise the Lord, praise the Lord. ഇന്ന് പകൽ ഈ രാത്രികാലം നല്ല മനസ്സോടെ ദൈവത്തെ സ്തുതിക്കുന്നെങ്കിൽ അത് നല്ല മനസ്സോടെ ആയിരിക്കണം. ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ അത് പൂർണ്ണ ഹൃദയത്തോടെ ആയിരിക്കണം. ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്നെങ്കിൽ അത് നിർബന്ധം കൊണ്ടല്ല, ഗതികേട് കൊണ്ടല്ല, നല്ല മനസ്സോടെ ആയിരിക്കണം. അങ്ങനെ ചെയ്താൽ എൻ്റെ കർത്താവ് ആർക്കും കടക്കാരനാകത്തില്ല. അവൻ അങ്ങനെ കടക്കാരനായിട്ട് ഇരിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. നിന്റെ രോഗമുള്ള ശരീരത്തിന് അവൻ കടക്കാരനല്ല. നിന്റെ സാമ്പത്തിക ജരുക്കത്തിന് അവൻ കടക്കാരനല്ല. നിന്റെ തലമുറയുടെ ഭാവിക്ക് അവൻ കടക്കാരനല്ല. നിന്റെ സഭയുടെ ആത്മീക വളർച്ചയ്ക്ക് അവൻ കടക്കാരനല്ല. നിന്റെ ആത്മീക ശുശ്രൂഷയ്ക്ക് അവൻ കടക്കാരനല്ല. പ്രിയപ്പെട്ടവരെ, ചെയ്യുന്നത് നല്ല മനസ്സോടെ കർത്താവിന് വേണ്ടി ചെയ്യുക. നിശ്ചയമായിട്ടും കർത്താവ് നമ്മെ മാനിക്കും, നമ്മെ കർത്താവ് ഉയർത്തും, കർത്താവ് നമ്മെ അനുഗ്രഹിക്കും എന്നുള്ളതിന് 2 പക്ഷമില്ല. ഇന്ന് രാത്രിയിൽ ചിന്തയ്ക്ക് ആധാരമായിട്ടൊരു വാക്യം വായിക്കാം. 2 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം. 2 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം. രക്ഷിക്കപ്പെടുന്നവരുടെ നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സബലീകരണമാകുന്നു. രക്ഷിക്കപ്പെടുന്നവരുടെയിലും നശിക്കുന്നവരുടെയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാകുന്നു. ഈ 2 കൊരിന്ത്യർ ലേഖനത്തിൻ്റെയും 1 കൊരിന്ത്യർ ലേഖനത്തിൻ്റെയും ഒക്കെ ചരിത്ര പശ്ചാത്തലം നമുക്ക് നല്ലവണ്ണം അറിയാം. വളരെ ആത്മീക നിലവാരത്തിൽ അത് നിങ്ങളെ നയിക്കുന്ന, സഭയെ നയിക്കുന്ന, അനുഗ്രഹീതരായിരിക്കുന്ന ശുശ്രൂഷകന്മാർ ഈ സഭയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. കൊരിന്ത്യർ ലേഖനത്തിൻ്റെ ചരിത്രവും അതിൻ്റെ പശ്ചാത്തലവും ഒക്കെ നമുക്ക് നല്ലവണ്ണം അറിയാം. AD 56 അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് മക്കദോനിയയിൽ ഇരുന്നു കൊണ്ടാണ് ഈ ലേഖനം എഴുതിയത്. ഈ ലേഖനം പൗലോസ് എഴുതുവാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ അതും നിങ്ങൾക്ക് നല്ലവണ്ണം അറിയാം. കൊരിന്ത്യർ ലേഖനം എഴുതുവാനുള്ള കാരണം പൗലോസിന്റെ അസാന്നിധ്യത്തിൽ സഭയിൽ ദുരുപദേഷ്ടാക്കന്മാർ കടന്നുകൂടി. അവർ ദുരുപദേഷ്ടാക്കന്മാർ സഭയിൽ കടന്നുകൂടുക മാത്രമല്ല, അവർ സഭയെ വലിയ പിളർപ്പിലേക്ക്, ഭിന്നിപ്പിലേക്ക് നയിക്കുവാനായിട്ട് തുടങ്ങി. സഭ വളരുവാൻ തുടങ്ങുമ്പോൾ, സഭ വളരുമെന്ന് പിശാചിന് മനസ്സിലായാൽ പിശാച് ചിലരെ കയ്യിലെടുക്കും. കൊരിന്ത് സഭ അതിശക്തമായി വളരുവാനായിട്ട് ആരംഭിച്ചപ്പോൾ ദുരുപദേഷ്ടാക്കന്മാർ ചിലരെ കയ്യിലെടുത്തു. സഭ പിളർപ്പിലേക്ക് പോയി. കൊരിന്ത് സഭയിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ചിലർ പൗലോസിന്റെ പക്ഷം, ചിലർ അപ്പല്ലോസിന്റെ പക്ഷം, ചിലർ കേഫാവിന്റെ പക്ഷം, ചിലർ ക്രിസ്തുവിന്റെ പക്ഷം. ഇങ്ങനെ പക്ഷം തിരിഞ്ഞ് സഭ നിൽക്കുമ്പോൾ
ഈ പ്രശ്നത്തിനൊരു പരിഹാരം വരുത്തുക എന്നുള്ളത് പൗലോസിന്റെ ആവശ്യമാണ്. കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കുവാനായിട്ട് പൗലോസ് തയ്യാറായില്ല. കൊരിന്തിലെ പ്രശ്നങ്ങളെക്കുറിച്ച് എന്തൊക്കെയോ ചിലതൊക്കെ കേട്ടപ്പോൾ പൗലോസ് അതിന് വ്യക്തത വരുത്തുവാനായിട്ട് തീരുമാനിച്ചു. അതിനുവേണ്ടി വിശ്വാസത്തിന് നിജപുത്രനായിരിക്കുന്ന തിമത്തിയോസിനെ പൗലോസ് കൊരിന്തിലേക്ക് അയച്ചു. തിമത്തിയോസ് കൊരിന്തിൽ ചെന്ന് പ്രശ്നങ്ങളെക്കുറിച്ച് നല്ലവണ്ണം മനസ്സിലാക്കിയിട്ട് മടങ്ങിവന്ന് പൗലോസിനോട് പറഞ്ഞു, ഇതാ പ്രശ്നം, സഭ പിളർപ്പിലാണ്, ഭിന്നിപ്പിലാണ്, പക്ഷം കൂടി ചേരിതിരിഞ്ഞ് നിൽക്കുകയാണ്. ഇങ്ങനെ പോയാൽ കൊരിന്ത് സഭ പൂർണ്ണമായി എന്നേക്കുമായിട്ട് നഷ്ടപ്പെടും. ഒരുപക്ഷെ ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ അതിൽ ചിലര് പൗലോസിന്റെ പക്ഷം എന്ന് പറഞ്ഞുണ്ടല്ലോ ഒരു കൂട്ടര്, എന്നാൽ പിന്നെ എന്റെ കൂടെ നിൽക്കുന്നവരെ ചേർത്തുകൊണ്ട് ഒരുപക്ഷെ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും പൗലോസിന്റെ കൂടെയുള്ളവരായിരിക്കാം ഭൂരിപക്ഷവും. അവരെ ചേർത്ത് നിർത്തി അത് സഭാപ്രവർത്തനവുമായിട്ട് മുൻപോട്ട് പോകാൻ കേഫാവ് അവരെയും കൊണ്ട് പോകട്ടെ, അപ്പല്ലോസ് മറ്റുള്ളവരെയും കൊണ്ട് പോകട്ടെ എന്ന് വേണമെങ്കിൽ പൗലോസിന് ചിന്തിക്കാമായിരുന്നു. എന്നാൽ കാഴ്ചപ്പാട് പ്രാപിച്ചവൻ അതിന് തയ്യാറായില്ല. ദൈവകൃപയുള്ളവൻ അതിന് തയ്യാറായില്ല. അത് പ്രശ്നങ്ങളെ മനസ്സിലാക്കിയപ്പോൾ അതിന് പരിഹാരം വരുത്തുവാനായിട്ട് ദൈവകൃപയിൽ ആശ്രയിച്ച് പൗലോസ് ശ്രമിക്കുകയാണ്. പൗലോസ് അതിന് പരിഹാരം വരുത്തുവാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പല്ലോസിന്റെ പക്ഷം പിടിച്ചതും കേഫാവിന്റെ പക്ഷം പിടിച്ചതും പൗലോസിന്റെ പക്ഷം പിടിച്ചതും ഒന്നും അംഗീകരിക്കുവാൻ കഴിയത്തില്ല. പക്ഷെ നമ്മൾ പറഞ്ഞേക്കാം, ആ കൂട്ടത്തിൽ ഒരു കൂട്ടരുണ്ടല്ലോ നല്ല ആൾക്കാർ. ആരാ? ക്രിസ്തുവിന്റെ പക്ഷം പിടിച്ച ഒരു കൂട്ടരുണ്ട്. പൗലോസിന്റെ പക്ഷം പിടിക്കാൻ പാടില്ല, അപ്പല്ലോസിന്റെ പക്ഷം പിടിക്കാൻ പാടില്ല, ക്രിസ്തുവിന്റെ പക്ഷം പിടിക്കുന്ന ഒരു കൂട്ടരുണ്ടല്ലോ. കൊള്ളാം, അവർ ഏതായാലും ആത്മീയരാണെന്ന് ഒരു പക്ഷെ നമുക്ക് തോന്നിയേക്കാം. ചരിത്രം പഠിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാകുന്നുണ്ട് പ്രിയപ്പെട്ടവര്, കൊരിന്ത് സഭയിലെ ഏറ്റവും വലിയ പ്രശ്നക്കാർ ഇവരായിരുന്നു. ഇവർക്ക് പൗലോസിനോടും പ്രതിബദ്ധതയില്ല, അപ്പല്ലോസിനോടും പ്രതിബദ്ധതയില്ല, കേഫാവിനോടും പ്രതിബദ്ധതയില്ല. അത് കർത്താവിന്റെ പക്ഷമാണെന്ന് പറഞ്ഞാൽ ആർക്കും കണക്ക് ബോധിപ്പിക്കണ്ടല്ലോ. അതുകൊണ്ട് ക്രിസ്തുവിന്റെ പക്ഷമാണെന്ന് പറഞ്ഞ് ഇങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പൗലോസ് ഈ പ്രശ്നത്തിന് നടുവിൽ, ഈ പ്രതിസന്ധി നടുവിൽ അതിന് പരിഹാരം വരുത്തുവാനായിട്ട് പൗലോസ് ശ്രമിക്കുകയാണ്. പൗലോസിന്റെ ലേഖനങ്ങളൊക്കെ നാം എടുത്തു പഠിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, താൻ കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ ആയിരുന്ന സാഹചര്യങ്ങളെ പഴിചാരി നിരാശപ്പെട്ടിരിക്കുവാനോ സങ്കടപ്പെട്ടിരിക്കുവാനോ തയ്യാറാകാതെ കൈകാലുകൾ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുമ്പോഴും അത് കാവൽ ഭടന്മാർ തന്നെ കാവൽ ചെയ്യുമ്പോഴും കാരാഗ്രഹത്തിൽ അത് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് പൗലോസും ശീലാസും തയ്യാറായപ്പോൾ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി. സാഹചര്യങ്ങളെ പഴിചാരി ഒതുങ്ങിക്കൂടുവാനായിട്ട് പൗലോസ് ഒരിക്കലും തയ്യാറല്ലായിരുന്നു. അതുകൊണ്ടാണ് ഫിലിപ്പി ലേഖനം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി എന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ഈ 2023 ഞാനടക്കം നമ്മൾ ഓരോരുത്തരും പ്രിയപ്പെട്ടവരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, എനിക്ക് ലഭിച്ചതൊക്കെ കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് കാരണമായി തീർന്നു എന്ന് പറയുവാനായിട്ട് വെമ്പൽ കൊള്ളുന്ന, താല്പര്യപ്പെടുന്ന ഒരു സമൂഹത്തിന്റെ നടുവിൽ നമ്മളൊന്ന് വ്യത്യസ്തമായിട്ട് പൗലോസ് പറയുന്നു, സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി. എൻ്റെ ജീവിതത്തിൽ വേദനയായി സംഭവിച്ചത്, എൻ്റെ ജീവിതത്തിൽ സങ്കടമായി തീർന്നത്, എൻ്റെ ജീവിതത്തിൽ നിരാശയായി തീർന്നത്, ദുഃഖമായി തീർന്നതെല്ലാം ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് കാരണമാക്കി പൗലോസ്. ഇന്ന് രാത്രികാലം തിരിച്ചറിഞ്ഞോണം, ഇന്ന് നമ്മുടെ ജീവിതത്തിലെ വേദനകൾ, നമ്മുടെ ജീവിതത്തിലെ സങ്കടങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ ഭാരങ്ങൾ, നമ്മെ നിരാശപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ നമ്മെ തകർക്കാനല്ല, അതിന്റെ പിൻപിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട് പ്രിയപ്പെട്ടവരെ. ഇന്ന് പകലിൽ ഞാൻ പല ആരാധനാലയങ്ങളിലും അതെ കൂട്ടായ്മയെ സംബന്ധിച്ചപ്പോൾ എനിക്ക് വളരെ സങ്കടം തോന്നി. ഹൃദയവേദനയോടെ, സങ്കടത്തോടെ ഈ പ്രവാസ ജീവിതത്തിൽ അവരനുഭവിക്കുന്ന വേദനകളെ കുറിച്ച്, നാട്ടിലേക്ക് പോകാൻ പറ്റുമോ, ഇവിടെ നിൽക്കാൻ പറ്റുമോ, നാളത്തെ ദിവസം എന്തായിത്തീരുമെന്ന് അത് വെമ്പൽ കൊള്ളുന്ന, സങ്കടപ്പെടുന്ന, കരയുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടു. ഒരുപക്ഷെ സമാനമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം പ്രിയപ്പെട്ടവരെ. യോശുവയുടെ പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, കൊയ്ത്തിന് മുൻപേ യോർദാൻ കരകവിഞ്ഞൊഴുകും. കൊയ്ത്തിന് മുൻപേ യോർദാൻ കരകവിഞ്ഞൊഴുകും. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കരകവിഞ്ഞൊഴുകുന്ന യോർദാന് സമമായ പ്രതിസന്ധിയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുവെങ്കിൽ ഇന്ന് രാത്രി ഞാനൊരു ദൂത് പറയാം, അക്കരെ ഒരു കൊയ്ത്തുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അക്കരെ കർത്താവ് ഒരു കൊയ്ത്ത് വെച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. വാർപ്പിന്റെ ഉല്ലാസത്തിന്റെ ഒരു